സോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ടു ദ വേൾഡ് ഓഫ് സുധാമൂർത്തി. ഇത് സുധാമൂർത്തിയുടെ മാത്രം കഥയല്ല, സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദറിന്റെ, രത്നയുടെ ഒക്കെ കഥയാണ്. സോ നമുക്ക് വേഗത്തിൽ ആ കഥയൊന്ന് പഠിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വരാം. സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഹൊരഗല്ലു ഈസ് എ മോട്ടിവേഷണൽ സ്റ്റോറി റിട്ടൺ ബൈ സുധാമൂർത്തി, എ വെരി ഫേമസ് ഇന്ത്യൻ റൈറ്റർ. ഇതൊരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ്, നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന, ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കഥയാണിത്. ഇനി എന്താണ് ഈ സ്റ്റോറി എന്ന് ഒരു സിംഗിൾ സെന്റൻസിൽ എന്നോട് പറയാൻ പറഞ്ഞാൽ, ഒരു നട്ട്ഷെൽ എന്നോട് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും, ഇറ്റ് ടെൽസ് us ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടേക്കിംഗ് റെസ്റ്റ് ഇൻ ദ മിഡിൽ ഓഫ് അവർ ജേർണി. ഈ കഥ നമ്മളോട് പറയുന്നത് നമ്മുടെ യാത്രകളുടെ മധ്യേ, നമ്മുടെ യാത്രകൾക്കിടയിൽ ഇടവേളകളിൽ റെസ്റ്റ് എടുക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. യാത്ര എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ ജേണി തന്നെ ആവണമെന്നില്ല, ഇമോഷണൽ ജേണി ആവാം, അല്ലെങ്കിൽ ലൈഫ് എന്ന് പറഞ്ഞ ജേണി ആവാം. അതിനിടയ്ക്ക് റെസ്റ്റ് എടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഷെയറിങ് അവർ പ്രോബ്ലംസ് വിത്ത് അതേഴ്സ്, അല്ലെങ്കിൽ ആ യാത്രകൾക്കിടയിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക്, നമ്മുടെ പ്രോബ്ലംസിന് വെന്റിലേഷൻ കൊടുക്കുക, അത് ആളുകളോട് ഷെയർ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, സിഗ്നിഫിക്കൻസ് എന്താണ് എന്നാണ് സുധാമൂർത്തി പറയാൻ ശ്രമിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ എ ഷോർട്ട് ആൻഡ് സിമ്പിൾ അനക്ഡോട്ട് വിച്ച് ഷോസ് സുധാമൂർത്തീസ് നൊസ്റ്റാൾജിയ. ഇതൊരു അനക്ഡോട്ട് കൂടിയാണ്. അനക്ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവ കഥ എന്നാണ്. ഇതൊരു ഫിക്ഷണൽ സ്റ്റോറി അല്ല, സുധാമൂർത്തിയുടെ ജീവിതത്തിൽ ചൈൽഡ്ഹുഡിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ, കുറച്ച് കഥകളാണ്. അതുകൊണ്ട് ഇതൊരു അനക്ഡോട്ട് കൂടിയാണ്. ദ ഓതർ വാണ്ട്സ് ടു എംഫസൈസ് ദാറ്റ്. ഓതറിന് ഒരു കാര്യം എംഫസൈസ് ചെയ്യണം, ഊന്നി പറയണം, ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയണം. എന്താണ്? ദാറ്റ് ഗുഡ് ലിസണേഴ്സ് ഹാവ് എ ഗ്രേറ്റ് റോൾ ഇൻ ക്രിയേറ്റിംഗ് ഹെൽത്തി മൈൻഡ്സ്. അല്ലേ? ഇന്നത്തെ കാലത്ത് ഇത് പ്രത്യേകിച്ച് നമ്മൾ ഈ ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഈ കാലത്ത് നല്ല കേൾവിക്കാരുണ്ടാവുക, നല്ല ലിസണേഴ്സ് ഉണ്ടാവുക എന്നുള്ളത് അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഈ കഥ നമുക്ക് മനസ്സിലാക്കും. നമ്മുടെ പ്ലസ് ടുവിലെ ചില ചാപ്റ്റേഴ്സിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കണ്ടംപററി സിനാരിയോയിൽ സിഗ്നിഫിക്കൻ്റ് അല്ല എന്ന് പറയാമെങ്കിലും ഈ ചാപ്റ്ററിന് അതിൻ്റേതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നോക്കൂ, hot summer days remind the author of a childhood days in a little village. സോ ഇങ്ങനെയാണ് ഈ കഥ തുടങ്ങുന്നത്, സുധാമൂർത്തിയുടെ വില്ലേജ്. സോ ഹോട്ട് സമ്മർ ഡേയ്സിൽ, ചൂടുള്ള വേനൽക്കാല ദിവസങ്ങൾ, സുധാമൂർത്തിയെ ആ പറയുന്ന വില്ലേജിലെ ആ ചൈൽഡ്ഹുഡിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. ആ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള മെമ്മറീസ് സുധാമൂർത്തി എന്ത് ചെയ്യാണ്, റിട്രൈവ് ചെയ്യാണ്. ഇവരൊക്കെയാണ്. ദർ വാസ് എ ഹ്യൂജ് ബനിയൻ ട്രീ ഇൻ ദ മിഡിൽ ഓഫ് ദ വില്ലേജ്. നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ആ വില്ലേജിന്റെ നടുവിൽ, നടുക്ക് ഒരു വലിയ ബനിയൻ ട്രീ ഉണ്ട്, ഒരു വലിയ ആൽമരമുണ്ട്. ലൈക്ക് എൻ അംബ്രല്ല ഇറ്റ് പ്രൊവൈഡഡ് ഷെയ്ഡ് ഫോർ എവ്രി വൺ. ഒരു അംബ്രല്ല പോലെ, ഒരു വലിയ കുട പോലെ അത് അവിടെയുള്ള മുഴുവൻ ആളുകൾക്കും എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു? ഷെയ്ഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു, തണൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അണ്ടർ ദ ബാനിയൻ ട്രീ ദർ വാസ് എ ഹൊരഗല്ലു. ഇവിടെയാണ് നമ്മൾ നേരത്തെ ഈ ചാപ്റ്ററിന്റെ ടൈറ്റിൽ പറയുമ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്. സാർ, എന്താണ് ഈ ഹൊരഗല്ലു? തിന്നാൻ പറ്റുന്ന വല്ല സാധനമാണോ? അല്ല. അണ്ടർ ദ ബനിയൻ ട്രീ ദർ വാസ് എ ഹൊരഗല്ലു. ആ വലിയ ബനിയൻ ട്രീയുടെ താഴെ ഒരു ഹൊരഗല്ലു ഉണ്ടായിരുന്നു. സാർ, എന്താണ് ഹൊരഗല്ലു? ഹൊരഗല്ലു ലിറ്ററലി മീൻസ് എ സ്റ്റോൺ ദാറ്റ് ക്യാൻ ബെയർ വെയ്റ്റ്. ഹൊരഗല്ലു എന്ന് പറഞ്ഞ വേർഡിന്റെ ലിറ്ററൽ മീനിങ് എന്താണ്? വെയിറ്റ് താങ്ങാൻ പറ്റുന്ന, ഭാരം താങ്ങാൻ പറ്റുന്ന വലിയ കല്ലുകളാണ്. പരന്ന രണ്ട് വെർട്ടിക്കലായിട്ടുള്ള കല്ലുകളിൽ ഇങ്ങനെ താങ്ങി വെച്ച ഒരു വലിയ കല്ല്, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സ്റ്റോണിനെയാണ്, വെയിറ്റ് ഒക്കെ ഇറക്കി വെക്കാൻ പറ്റുന്ന സ്റ്റോണിനെയാണ് നമ്മൾ ഹൊരഗല്ലു എന്ന് വിളിക്കുന്നത്. പക്ഷെ ആ ടൈറ്റിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്, നമുക്ക് മനസ്സിലാവും. ഇറ്റ് വാസ് എ ലാർജ് ഫ്ലാറ്റ് സ്റ്റോൺ. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് വാസ് എ ലാർജ് ഫ്ലാറ്റ് സ്റ്റോൺ പ്ലേസ്ഡ് ഓവർ 2 വെർട്ടിക്കൽ വൺസ്. 2 വെർട്ടിക്കൽ സ്റ്റോൺസിന്റെ മുകളിൽ പ്ലേസ് ചെയ്ത ഒരു വലിയ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്റ്റോൺ ആണ് ഹൊരഗല്ലു. ട്രാവലേഴ്സ് ഓർ വില്ലേജസ് കുഡ് കീപ് ദർ വെയിറ്റ് ഓൺ ഇറ്റ്. ട്രാവലേഴ്സിന്, അതിൽ കൂടെ കടന്നു പോകുന്ന യാത്രക്കാർക്ക്, അല്ലെങ്കിൽ അവിടുത്തെ വില്ലേജസിനൊക്കെ അവരുടെ വെയിറ്റ്, ഇപ്പം ഞാൻ പറയുന്നതൊക്കെ ലിറ്ററൽ മീനിങ് ആണ്, അവരുടെ ഭാരം, ബാണ്ടക്കെട്ട്, ചുമട്, ബേർഡൻ, അതൊക്കെ എവിടെ ഇറക്കി വെക്കാൻ പറ്റും? ഈ ഹൊരഗല്ലുവിൽ ഇറക്കി വെക്കാൻ പറ്റുമായിരുന്നു. സിറ്റ് ഓൺ ഇറ്റ്, എന്നിട്ടോ അതിൻ്റെ മുകളിൽ ഇരുന്ന് വിശ്രമിക്കാൻ പറ്റുമായിരുന്നു. ഹാവ് ചാറ്റ്, സംസാരിക്കാൻ പറ്റുമായിരുന്നു, ആശയങ്ങൾ കൈമാറാൻ പറ്റുമായിരുന്നു, റിലാക്സ്ഡ് ആവാൻ പറ്റുമായിരുന്നു. എക്സ്ചേഞ്ച് ന്യൂസ്, വാർത്തകൾ കൈമാറും. ഡ്രിങ്ക് കൂൾ വാട്ടർ ഫ്രം ദ earthen pots kept nearby. ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു മൺകൂജ ഉണ്ടായിരുന്നു, earthen pot ഉണ്ടായിരുന്നു, അതിന്ന് തണുത്ത വെള്ളമൊക്കെ കുടിക്കാമായിരുന്നു. ഇതാണ് ഹൊരഗല്ലുയുടെ ലിറ്ററൽ മീനിങ്, അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ട ആദ്യത്തെ കാര്യം. എന്നാൽ the ഹൊരഗല്ലു in their village held special memories for the author. ഓഥറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു ഇത് നൊസ്റ്റാൾജിക് ആണ്, സംഭവകഥയാണ്, അനക്ഡോട്ട് ആണെന്നൊക്കെ പറഞ്ഞു. സോ ആ ഹൊരഗല്ലു വളരെ പേഴ്സണൽ ആയിട്ടുള്ള മെമ്മറീസ് ആർക്ക് കൊടുക്കുന്നുണ്ട്? നമ്മുടെ സുധാമൂർത്തി കൊടുക്കുന്നുണ്ട്. ഇറ്റ് വാസ് ഇൻസെപ്പറബിളി റിലേറ്റഡ് ടു ഹെർ ഗ്രാൻഡ് ഫാദർ.
നോക്കൂ, ഹൊരഗല്ലു എന്ന് പറയുന്നത് സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദറുമായിട്ട് ഇൻസെപ്പറബിളി, അല്ലെ, വേർപിരിക്കാൻ പറ്റാത്ത അത്രയും വിധം എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ആയി കിടക്കുന്ന ഒരു കാര്യമാണ്. ഹു വാസ് എ റിട്ടയർഡ് സ്കൂൾ ടീച്ചർ. സുധാമൂർത്തി's grandfather was a retired school teacher. And what is the relationship between the Horigallu and the grandfather? Let's see. He used to spend hours near the Horigallu and chat with the travelers who took rest under the banyan tree. So after retirement, നമ്മുടെ ഗ്രാൻഡ് ഫാദർ ആ ഹൊരഗല്ലുവിൽ ഇരിക്കുമായിരുന്നു. അവിടെ പോകുന്ന, അതിൽ കൂടെ പോകുന്ന യാത്രക്കാർ, അവിടെ ഇരിക്കുന്ന യാത്രക്കാരുമായിട്ട് സംസാരിക്കുമായിരുന്നു, അവരുടെ കഥകൾ കേട്ടിരിക്കുമായിരുന്നു. നോക്കൂ, when the author was tired of playing, she would sit next to grandfather and listen to his talk. അല്ലേ, ഓതർ അവിടുന്ന് കളിച്ച് നടക്കുന്നുണ്ടാവും. അങ്ങനെ ടയർഡ് ആവുന്ന സമയത്ത് തൊട്ടടുത്ത് വന്നിരുന്ന് ഗ്രാൻഡ് ഫാദർ പറയുന്നതും ആൾക്കാർ പറയുന്ന കഥയൊക്കെ കേൾക്കുമായിരുന്നു. When the author was tired of playing, she would sit next to grandfather and listen to talk. Yes, this is important. Grandfather once told that. Grandfather ഒരിക്കൽ സുധാമൂർത്തിയോട് പറഞ്ഞിട്ടുണ്ട്, എ ഹൊരഗല്ലു വാസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഇൻ ദർ ലൈഫ്സ്. ഒരു ഹൊരഗല്ലു എന്ന് പറയുന്നത് അവരുടെയൊക്കെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, ഒരു ഫീച്ചറാണ്. ആൻഡ് വാസ് എസെൻഷ്യൽ ഇൻ എനി ജേർണി. ഏതൊരു യാത്രയിലും, ലെറ്റ് ഇറ്റ് ബി ഫിസിക്കൽ, സ്പിരിച്വൽ, ഇമോഷണൽ, ഏത് യാത്രയിലും ഹൊരഗല്ലൂസ് എസെൻഷ്യൽ ആണ്, ഹൊരഗല്ലൂസ് സിഗ്നിഫിക്കൻ്റ് ആണ്, ഹൊരഗല്ലൂസ് ക്രൂഷ്യൽ ആണ് എന്ന് മുത്തശ്ശൻ ഇടയ്ക്കിടെ സുധാമൂർത്തിയോട് പറയുമായിരുന്നു. എവ്രി വൺ ഇൻ എ വില്ലേജ്, every once in a while the travelers needed to stop. Every once in a while, അല്ലെ, നിങ്ങളൊരു വലിയ ഹെക്ടിക് ആയിട്ടൊരു ജേർണി, അല്ല, if you are undergoing a hectic journey, every once in a while, ഇടയ്ക്കിടെ, അല്ലെ, ഫ്രീക്വൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ എങ്കിലും നിങ്ങൾക്ക് എന്ത് വേണം, travelers needed to stop. ആ യാത്രക്കാർക്ക് ഒന്ന് നിൽക്കണം, ഒന്ന് ബ്രീത്ത് ചെയ്യണം, ഒന്ന് റിലാക്സ് ചെയ്യണം, ഒന്ന് റെജുവിനേറ്റ് ചെയ്യണം. നോക്കൂ, പുട്ട് ഡൗൺ ദ ബേർഡൻ, അവരുടെ ഭാരങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെക്കണം, ആൻഡ് റെസ്റ്റ്, എന്നിട്ട് ഒന്ന് വിശ്രമിക്കണം. Then only they would be refreshed to take the load again. അപ്പോൾ മാത്രമേ വീണ്ടും അവർ റീഫ്രഷ്ഡ് ആവുള്ളൂ, ആ ലോഡ് വീണ്ടും എടുത്തു വെച്ച് യാത്രയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. Later the author went to work in Mumbai. So നോക്കൂ, പിന്നീട് ഓതർ കുറേ കാലത്തിന് ശേഷം മുംബൈയിൽ, ടൗണിൽ, ഒരു മഹാനഗരത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. അവിടെയാണ് she came across രത്നയെ കണ്ടുമുട്ടുന്നത്. രത്ന, a colleague there reminded her of ഹൊരഗല്ലു. സോ മുംബൈയിലെ തൻ്റെ കൊളീഗിനെ, തൻ്റെ രത്ന എന്ന് പറയുന്ന ഈ സഹപ്രവർത്തക ഹൊരഗല്ലുവിനെ ഓർമ്മിപ്പിക്കുന്നു എന്ന് സുധാമൂർത്തി പറയുന്നു. എങ്ങനെയാണ് രത്ന ഒരു ഹ്യൂമൻ ഹൊരഗല്ലു ആവുന്നത്? രത്ന എങ്ങനെയാണ് ഒരു ഹ്യൂമൻ ഹൊരഗല്ലു ആവുന്നത്? നോക്കൂ, she was a cheerful woman who shared the troubles of her co-workers and spread relief to everyone's life. Simple. നോക്കൂ, she was a cheerful woman. She was a happy woman. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു രത്ന. ഹു ഷെയർഡ് ദ ട്രബിൾസ് ഓഫ് ഹർ വർക്കേഴ്സ്. അല്ലെ, അവൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവളുടെ കോവർക്കേഴ്സിന്റെ ട്രബിൾസ്, പ്രശ്നങ്ങൾ, ആവലാതികൾ, വേവലാതികൾ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവളോട് തൻ്റെ കോവർക്കേഴ്സ് അവരുടെ ട്രബിൾസ് ഒക്കെ വന്ന് ഷെയർ ചെയ്യായിരുന്നു. ആൻഡ് സ്പ്രെഡ് റിലീഫ് ടു എവ്രി വൺസ് ലൈഫ്. എന്നിട്ടോ എല്ലാവരുടെയും ജീവിതത്തിൽ അവൾ ആശ്വാസം, റിലീഫ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഹൗ, എങ്ങനെയാണ് സാർ ഇത് സാധിച്ചത്? എങ്ങനെയാണ് ഇത് പോസിബിൾ ആയത് സാർ? During lunch break, she used to sit with any of the workers and listen to their problems. അല്ലെ, ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് അവൾ ഏതെങ്കിലും ഒരു വർക്കറിന്റെ കൂടെ ഇരുന്നിട്ട്, സഹപ്രവർത്തകരുടെ കൂടെ ഇരുന്നിട്ട് അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുമായിരുന്നു. She was a good listener. That is important. കേൾക്കുമായിരുന്നു, ലിസൺ ചെയ്യുമായിരുന്നു. She knew that she could not solve all their problems. പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ് എല്ലാ പ്രശ്നവും പരിഹരിക്കുക, സോൾവ് ചെയ്യുക, റെക്ടിഫൈ ചെയ്യുക എന്നുള്ളത്. ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. ആൻഡ് ഷീ ന്യൂ ഇറ്റ്. അവൾക്കത് അറിയാമായിരുന്നു. ഷീ ന്യൂ ദാറ്റ് ഷീ കുഡ് നോട്ട് സോൾവ് ഓൾ ദ പ്രോബ്ലംസ്, ബട്ട് ഷീ ജസ്റ്റ് ലിസൺ ടു ദം. അവൾ ചെയ്ത കാര്യം, അവളുടെ മാജിക് പവർ എന്ന് പറയുന്നത്, സൂപ്പർ നാച്ചുറൽ വേർച്യു എന്ന് പറയുന്നത് ലിസണിങ് ആയിരുന്നു. നല്ലൊരു കേൾവിക്കാരിയായിരുന്നു. അക്കോർഡിംഗ് ടു രത്നയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ രത്നയുടെ അഭിപ്രായത്തിൽ, എ പേഴ്സൺ ക്യാൻ ബി റിലീവ്ഡ് ഫ്രം ദ ബേർഡൻസ് ഓഫ് ലൈഫ് വെൻ ദ പേഴ്സൺ ഫൈൻഡ് ആൻ ഔട്ട്ലെറ്റ് ഫോർ ദ സോറോസ്. നോക്കൂ, രത്നയുടെ തിയറി ഇതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ആശ്വാസം കണ്ടെത്താൻ പറ്റും എപ്പോൾ നിങ്ങളുടെ പ്രശ്നത്തിന് നിങ്ങളൊരു ഔട്ട്ലെറ്റ് കണ്ടെത്തുവാണെങ്കിൽ, വെന്റിലേഷൻ കണ്ടെത്തുവാണെങ്കിൽ, അത് ഷെയർ ചെയ്യാൻ ഒരാളെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആ പ്രശ്നത്തിന് എന്ത് ചെയ്യാൻ പറ്റും, റിലീവ് ചെയ്യാൻ വേണ്ടി പറ്റും. നോക്കൂ, she added that God had given her 2 ears so that she could listen to them with sympathy. അവൾ പറയുന്നൊരു കാര്യമുണ്ട്, അവളുടെ ലോജിക്ക് ഇതാണ്. ദൈവം എനിക്ക്
2 ചെവികൾ തന്നത് എന്തിനാണെന്നറിയോ? സോ ദാറ്റ് ഷീ കുഡ് ലിസൺ ടു ദം വിത്ത് സിമ്പതി. സോ എനിക്ക് അവരുടെ കാര്യങ്ങൾ, അവരുടെ പ്രോബ്ലംസ്, അവരുടെ പ്രശ്നങ്ങൾ സിമ്പതിയോടെ കൂടെ കേൾക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ്. ആൻഡ് വിത്തൗട്ട് പാസിങ് എനി ജഡ്ജ്മെൻറ്റ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ജഡ്ജ്മെൻറ്റിലാവാതിരിക്കുക എന്നുള്ളതാണ്. അവർ പറഞ്ഞോട്ടെ, അവരുടെ പ്രശ്നങ്ങളാണ്, അവരുടെ ലൈഫാണ്, അവരുടെ പ്രോബ്ലംസ് ആണ്. നിങ്ങളതിന് എന്ത് ചെയ്യാൻ നിൽക്കണ്ട, ജഡ്ജ് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളൊരു ഔട്ട്ലെറ്റ് ആയാൽ മതി. അത് അയാൾക്ക് ഇറക്കി വെക്കാനുള്ള, അവൾക്ക് ഇറക്കി വെക്കാനുള്ള ഒരു ഹൊരകല്ലുമായി തീർന്നാൽ മതി. അല്ലാതെ ഡോണ്ട് ബി ജഡ്ജ്മെന്റൽ എന്നുകൂടെ നന്നായി ആർക്കറിയാം, രത്നക്കറിയാം. പീപ്പിൾ കുഡ് ഓപ്പൺ ദർ മൈൻഡ്സ്. ആളുകൾക്ക് അവളോട് അവരുടെ മനസ്സ് തുറക്കാൻ പറ്റുമായിരുന്നു. ബിഫോർ ഹെർ ആൻഡ് ഫൈൻഡ് റിലീഫ്. എന്നിട്ട് ആശ്വാസം കണ്ടെത്താൻ പറ്റുമായിരുന്നു. ഷീ നെവർ ഡിസ്ക്ലോസ്ഡ് എനിത്തിങ് ദാറ്റ് വാസ് ഷെയർഡ് ബൈ ഹർ കോവർക്കേഴ്സ്. എന്നാൽ അവളുടെ കോവർക്കേഴ്സ് ഷെയർ ചെയ്ത ഒരു കാര്യം പോലും ഒരിക്കലും രത്ന എന്ത് ചെയ്തിട്ടില്ല, വേറൊരാളോട്, ഒരു തേർഡ് പേഴ്സണോട് ഷെയർ ചെയ്തിട്ടില്ല. സൂൺ ആഫ്റ്റർ ഷെയറിംഗ് ദർ പ്രോബ്ലംസ് വിത്ത് ഹർ ദേ വുഡ് ഗ്യാദർ ദ സ്ട്രെങ്ത് ടു മൂവ് ഓൺ ഇൻ ദ ജേർണി. സോ രത്നയോട് ഈ പ്രശ്നം പറഞ്ഞു തീർക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ പറയുമ്പോഴേക്ക് അവരെന്ത് ചെയ്യാണ്, അവർ ഗ്യാദർ ചെയ്യാണ്, അവർ സംഭരിക്കുകയാണ്. എന്താ? ദ സ്ട്രെങ്ത്, ശക്തി സംഭരിക്കുകയാണ്, കോൺഫിഡൻസ് സംഭരിക്കുകയാണ്. എന്തിനാ? ടു മൂവ് ഓൺ ഇൻ ദർ ജേർണി, ടു മൂവ് ഓൺ ഇൻ ദർ ലൈഫ്. ജീവിതത്തിൽ, അല്ലെങ്കിൽ ജീവിതമാകുന്ന യാത്രയിൽ മുന്നോട്ട് പോകാനുള്ള ശക്തി സംഭരിക്കുകയാണ്. അക്കോർഡിംഗ് ടു ദ ഓഥർ, both her grandfather and Ratna were doing the same thing. So ഇവിടെ ഒരു കണക്ഷൻ വരികയാണ് അല്ലേ. ഗ്രാൻഡ് ഫാദറും രത്നയും ചെയ്യുന്നത് ഒരേ കാര്യമാണ് എന്നാണ് സുധാമൂർത്തി പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. വിത്തൗട്ട് ചാർജിങ് മണി. ആരുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും ചാർജ് ചെയ്യാതെ, ഒരു പൈസ പോലും ഈടാക്കാതെ, ബോത്ത് ഓഫ് ദം വെർ എൻഗേജ്ഡ് ഇൻ സോഷ്യൽ സർവീസ്. സോ അതൊരു സോഷ്യൽ സർവീസ് ആണ്, അതൊരു സാമൂഹ്യ സേവനമാണ് അല്ലേ. എന്തിനാണ് നമ്മളൊരു സർവീസ് എന്ന് പറയുന്നത്? നിങ്ങൾ റിസൾട്ട് ആലോചിക്കാതെ, അല്ലെങ്കിൽ ഒരു റെമ്യൂണറേഷന് വേണ്ടി അല്ലാതെ നിങ്ങളൊരു വർക്ക് ഒരു സോഷ്യൽ കോസിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് സോഷ്യൽ സർവീസ് എന്ന് വിളിക്കാം. സോ ഇത് ഒരു സോഷ്യൽ സർവീസ് ആണ് എന്നാണ് സുധാമൂർത്തിയുടെ പക്ഷം. ദേ ആക്ടഡ് ആസ് ഹൊരഗല്ലൂസ് ഫോർ അതേഴ്സ്. ഇവർ രണ്ടുപേരും ആളുകൾക്ക് ഹൊരഗല്ലൂസ് ആയിരുന്നു. They were helping others to unload their burdens without taking any reward. ഒരു റിവാർഡും അല്ലേ, ഒരു പാരിതോഷികവും സ്വീകരിക്കാതെ മറ്റുള്ള ആളുകളുടെ ബേർഡൻ, പ്രോബ്ലംസ് ഇറക്കി വെക്കാനുള്ള സ്ഥലങ്ങളായി അവർ മാറിക്കൊടുത്തു. ബോത്ത് ഓഫ് ദം വർ ഗുഡ് ലിസണേഴ്സ്. ഇതാണ് അവരുടെ ക്വാളിറ്റി, ഇതാണ് അവരുടെ സൂപ്പർ നാച്ചുറൽ വെർച്യു. അവർ രണ്ടുപേരും നല്ല കേൾവിക്കാരാണ്. ആൻഡ് ദേ ക്രിയേറ്റഡ് ഹെൽത്തി മൈൻഡ്സ്. എന്നിട്ടോ അവർ വളരെ ഹെൽത്തി ആയിട്ടുള്ള മൈൻഡ്സ് കൂടി ഉണ്ടാക്കി എന്ന് പറയുന്നു. സോ ഇത് എത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനൊരു ബോണസ് ആയിട്ട് രത്നയുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ ക്യാരക്ടർ സ്കെച്ച് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതൊരു ബോണസ് ആണ്. സോ താങ്ക് യു എവറിബഡി ഫോർ വാച്ചിങ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. So thank you everybody. This is Nasir Faruddin, നിങ്ങളുടെ സ്വന്തം നാച്ചർ സാർ, signing off from Xylem Learning. Happy learning everybody.